അപ്പം ഈ 90ൻ്റെ കാലഘട്ടത്തിലൊക്കെ സത്യം പറഞ്ഞാൽ KSUവിനെ അടിച്ചൊതുക്കിയൊരു SFI ആണോ അവിടെ ഉണ്ടായത്? അത് അവിടെ ഒരു കൊടി വെച്ചാൽ പിറ്റേ ദിവസം ആ കൊടി ഉണ്ടാവില്ല, വെച്ച ആളും ഉണ്ടാവില്ല. SFIയിലെ പുരുഷ നേതാക്കൾ അല്ലെങ്കിൽ പുരുഷ വിദ്യാർത്ഥികളായിരുന്നു നിങ്ങളെയൊക്കെ ഉപദ്രവിച്ചത്? ക്യാമ്പസിലുള്ള കാലഘട്ടത്തിൽ കണ്ടിരുന്ന രാഷ്ട്രീയമല്ല ലോക്കൽ പൊളിറ്റിക്സിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്നു. അതൊക്കെ വ്യത്യസ്തമായ സാഹചര്യമായിരുന്നു. പുറത്തുനിന്ന് ക്യാമ്പസിന് വെളിയിൽ നിന്ന് വന്ന നിരവധി ആളുകൾ ക്യാമ്പസിൽ നിലയുറപ്പിക്കുകയായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ചേച്ചിക്ക് എന്തെങ്കിലും മർദ്ദനം അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ട്? കഥാനായകൻ രംഗത്തേക്ക് വരുന്നപ്പോഴാണ് ഭർത്താവ്, അത് പ്രണയമല്ലായിരുന്നു, പ്രണയവിവാഹമല്ലായിരുന്നോ? എൻ്റെ ആദ്യ വിവാഹത്തിൽ ഭർത്താവ് മരിച്ചു. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു ചോദിച്ചാൽ, അവിടെ ക്യാമ്പസിൽ ഞങ്ങളുടെ കൊടി വയ്ക്കാൻ സമ്മതിക്കത്തില്ല. ആണുങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ആണുങ്ങളെ ഉപദ്രവിക്കും. പോലീസ് വെളിയിലുണ്ട്, പോലീസ് അനങ്ങുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ഞാൻ ഗത്യന്തരമില്ലാതെ പോയി പ്രിൻസിപ്പളിന്റെ റൂമിന് മുമ്പിലുള്ള കൂട്ടമണി അടിച്ച് അന്ന് ക്യാമ്പസിൽ നിന്ന് സമരം നടത്തി. ആരായിരുന്നു റോൾ മോഡൽ ആയിട്ടുള്ള നേതാവ്? ആരായിരുന്നു? എവിടെയെങ്കിലും എത്തിയില്ല എന്നൊക്കെ ആരെങ്കിലും പറയുമ്പോൾ തോന്നുന്നത്, ഇവരെയൊക്കെ കാണിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഇവരുദ്ദേശിക്കുന്ന പോലെ ഉള്ള ഒരു തലത്തിലേക്ക് നമ്മൾ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ചിലപ്പോൾ എനിക്കൊരു വിഷമമായി തോന്നാറ്. കാരണം അന്ന് നമുക്ക് ഒന്നിനെയും ഭയപ്പെടാത്ത KSU എന്ന് പറയുന്നത് ഒരു വലിയ വികാരമായിരുന്നു. കേരള വിദ്യാർത്ഥി യൂണിയനിൽ വർക്ക് ചെയ്യാൻ പറ്റുന്നു എന്ന് പറയുന്നത് തന്നെ വലിയ വികാരമായി കണ്ടിരുന്ന ഒരു കാലമായിരുന്നു. അതുകൊണ്ട് മറ്റൊന്നും നമുക്കന്ന് വിഷയമല്ല, ആരും വിഷയമല്ല. എതിർക്കുന്നവരോട് തിരിച്ചു ചോദിക്കാൻ എനിക്ക് ഒരു ഭയവും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഭയപ്പെട്ടിരുന്നത് ഞാൻ പറഞ്ഞ കുടുംബത്തെ പറ്റി ചോദിച്ചോണ്ടാ പറഞ്ഞു. അവർ ചിലപ്പോൾ അന്ന് ഭയപ്പെട്ടിട്ടുണ്ട്. പിന്നെ സ്ത്രീ എന്ന രീതിയിൽ ഒരു പേടി കാണുമല്ലോ എപ്പോഴും, വേറെ ആക്രമിക്കപ്പെടുവോ, അങ്ങനെ ഒരു ഭയം. ഞാൻ ക്യാമ്പസിലുള്ള കാലഘട്ടത്തിൽ കണ്ടിരുന്ന രാഷ്ട്രീയമല്ല ലോക്കൽ പൊളിറ്റിക്സിലേക്ക് വന്നപ്പോൾ ഉണ്ടായിരുന്നു. അതൊക്കെ വ്യത്യസ്തമായ സാഹചര്യമായിരുന്നു. പക്ഷെ ഞാൻ അമ്മയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് പറയണം. ഞാൻ പ്രസംഗിക്കാൻ എന്നെ പ്രസംഗിക്കാൻ കാരണം എൻ്റെ അമ്മയാണ്. അത് ആദ്യം പള്ളിയിൽ നിന്നായിരുന്നു തുടക്കം. പള്ളിയിൽ പ്രസംഗ മത്സരത്തിന് എന്നെ കൊണ്ടുപോകാൻ ഏറ്റവും അധികം ഉത്സാഹിച്ചിരുന്നത്, എനിക്ക് എഴുതി തന്നിരുന്നത്, എഴുതി പേപ്പറുകളിൽ അവർ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീയാണെന്ന് ആലോചിക്കും. നേരത്തെ പറഞ്ഞല്ലോ വാത്സല്യം കിട്ടിയോന്ന് ചോദിച്ചല്ലോ. ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആയിട്ട് കൂടി അവർ 2-3 പേജസ് ഓരോ വിഷയത്തെക്കുറിച്ച് എനിക്ക് എഴുതി തരുമായിരുന്നു. അത് കാണാപ്പാഠം പഠിച്ചായിരുന്നു അന്നൊക്കെ പ്രസംഗിച്ചിരുന്നത് ചെറിയ പ്രായത്തിൽ. പിന്നീട് ഒരു ഹരമായി മാറി. പ്രസംഗിക്കുക എന്ന് പറയുന്നത് ഒരു ഹരമായി മാറി. 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഞാൻ ഇവിടെ നടത്തിയ മത്സരത്തിൽ പ്രസംഗത്തിൽ 1ാം സ്ഥാനം ലഭിച്ചു. 1ാം സ്ഥാനം ലഭിക്കുന്ന ആളാണ് ശിശുദിനത്തിൽ ചാച്ചാ നെഹ്റു ആവുന്നത്. ഞാൻ സെന്റ് മേരീസിൽ പഠിക്കുകയാണ് സ്കൂളിൽ. അന്ന് ആ വർഷത്തെ ചാച്ചാ നെഹ്റു ആകാനുള്ള ഭാഗ്യം എനിക്ക്. അപ്പോൾ ഈ പ്രസംഗത്തിനുള്ള പ്രോത്സാഹനം അതൊക്കെ തന്നിരുന്നത് എൻ്റെ അമ്മയായിരുന്നു. ഇപ്പോഴും അവർ ആ ഒരു എൻതൂസിയാസ്റ്റിക്കലി അത് തുടരുന്നു. പക്ഷെ ഞാൻ പൊളിറ്റിക്സിൽ സജീവമാകുന്നതിനേക്കാൾ അവർക്ക് താല്പര്യം എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ മറ്റേതെങ്കിലും പ്രൊഫഷനിൽ. പ്രത്യേകിച്ച് ഞാൻ ഞാൻ വളരെ സീരിയസ് ആയിട്ട് ചെയ്തിരുന്നു വർഷങ്ങളോളം. ഒത്തിരി പ്രധാനപ്പെട്ട കേസുകളൊക്കെ കൈകാര്യം ചെയ്യാനുള്ള അവസരമൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ പക്ഷെ അത് ഞാൻ ഇടയ്ക്ക് വെച്ച് സജീവതയിൽ നിന്ന് മാറി. പക്ഷെ അതിലേക്കൊക്കെ പോകുന്നതായിരുന്നു എൻ്റെ മമ്മിക്ക് കൂടുതൽ താല്പര്യം. പക്ഷെ എന്നിരിക്കലും ഈ കുറേ കാലം എൻ്റെ വഴി ഇതാണെന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കും, ഇനി വേറെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കാം അവർ വല്ലാതെ എന്നെ സപ്പോർട്ട് ചെയ്തു പിന്നീടുള്ള കാലം. ഇപ്പോഴും പിന്നെ അവർക്ക് ആകെയുള്ളൊരു വിഷമം, നമ്മളൊക്കെ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഏതെങ്കിലും ഒരു പദവിയിൽ ഇതുവരെ കഴിഞ്ഞില്ല കാണാൻ എന്നുള്ളൊരു വിഷമം എനിക്കുണ്ടെന്ന് തോന്നുന്നു. അത് അതെല്ലാ അമ്മമാരുടെയും അച്ഛന്മാരുടെയും ആഗ്രഹമല്ലേ അല്ലേ? സ്വന്തം മക്കള് ഉയർന്ന പദവിയിലേക്ക് എത്തുന്നത് കാണുക എന്നുള്ളത്, അവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എത്തുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹമാണ്. അത് എനിക്ക് എവിടെയെങ്കിലും എത്തിയില്ല എന്നൊക്കെ ആരെങ്കിലും പറയുമ്പോൾ തോന്നുന്നത്, ഇവരെയൊക്കെ കാണിക്കാൻ കഴിഞ്ഞില്ലല്ലോ, ഇവരുദ്ദേശിക്കുന്ന പോലെ ഉള്ള ഒരു തലത്തിലേക്ക് നമ്മൾ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ചിലപ്പോൾ എനിക്കൊരു വിഷമമായി തോന്നാറുണ്ട്.
ഇത് ഒരു എല്ലാവരുടെയും വിഷമമല്ല അല്ലേ? അവര് ഉള്ളപ്പോഴല്ലേ അവരെയല്ലേ നമ്മളെല്ലാം ബോധിപ്പിക്കേണ്ട അല്ലേ? വേറെ ആരെയും, ദൈവത്തിനെ അവരെയും മാത്രം ബോധിപ്പിച്ചാൽ മതി, വേറെ ആരെയും ബോധിപ്പിക്കാൻ. എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്കെല്ലാം പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരുന്നവരാണ്. ഇപ്പോൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഭർത്താവാണ്, എൻ്റെ കുടുംബമാണ്. നമുക്കിത് പ്രവർത്തിക്കാനുള്ള സാഹചര്യം, അതിനുള്ള സാമ്പത്തികമായ പിന്തുണ അതെല്ലാം തന്നുകൊണ്ടിരിക്കുന്നവരാണ്. അതുകൊണ്ട് ഞാൻ കുടുംബത്തോട് വലിയ രീതിയിൽ ഞാൻ കടപ്പെട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഞാനെന്ന രാഷ്ട്രീയക്കാരിക്ക് ചിലപ്പോൾ മുമ്പോട്ട് പോകാൻ പ്രയാസം വരും. എൻ്റെ മക്കളും വലിയ രീതിയിൽ എന്നെ പിന്തുണയ്ക്കാറുണ്ട്. അപ്പോൾ ചോദിക്കേണ്ടത് തന്നെ ഈ സ്കൂൾ കാലഘട്ടം നമ്മൾ ഇങ്ങനെ പയ്യെ പറഞ്ഞ് നമ്മളിങ്ങനെ വ്യതിചലിച്ചു പോയി. അതായത് സ്കൂൾ കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തിയില്ല. സ്കൂൾ കാലഘട്ടം എവിടെയായിരുന്നു? ഇവിടെ നമ്മുടെ എറണാകുളത്ത് തന്നെയായിരുന്നു. എറണാകുളത്ത് സെന്റ് മേരീസ് സ്കൂളിലായിരുന്നു. സെന്റ് മേരീസ് സ്കൂളിലായിരുന്നു, ഒരു കോൺവെന്റ് സ്കൂളാണ്. അവിടെ വെച്ച് സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പ്രസംഗത്തിന് അല്ലാതെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിൽ ഉള്ള ആളായിരുന്നു. ഞാൻ ചെറിയ പ്രായത്തിൽ ഞാൻ ക്ലാസിക്കൽ മ്യൂസിക് പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4-5 വർഷം പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ അതിനൊന്നും അവസാനിക്കുന്നതിന് മുമ്പ് ചേച്ചി എന്തായാലും ഒരു പാട്ട് പാടാൻ പറ്റുന്ന ഒരു അവസ്ഥയിലൊന്നും ഇപ്പൊ അല്ല. അത് ഞാൻ സ്കൂൾ കാലഘട്ടത്തിലെ കാര്യം പറഞ്ഞു. പിന്നെ കുറച്ചു കാലം നൃത്തം പഠിച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ വീണ കലാമികവ് ഉണ്ടായിരുന്നു. ഉണ്ട്. അത് ആസ്വാദകയാണ്. എൻ്റെ അനിയത്തിയൊക്കെ നന്നായി പാടും, എൻ്റെ അമ്മ നന്നായി പാടുന്ന ഒരാളാണ്. ആ രീതിയിലായിരുന്നു അത്. അമ്മ ഈ കലാമികവിനും കൃത്യമായിട്ട് പൂർണ്ണ പിന്തുണയായിട്ട് മുന്നിലുണ്ടായിരുന്നു. ആകെ ഈ പൊളിറ്റിക്സിൽ പോകുന്നതിനേ ഉള്ളായിരുന്നു വിരോധം. ബാക്കി എല്ലാത്തിനും കട്ട സപ്പോർട്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം കോളേജ് കാലഘട്ടം, അവിടെ ആയിരിക്കും രാഷ്ട്രീയപരമായിട്ടുള്ളൊരു എങ്ങനെയാണ് ഈ KSU എന്ന് പറയുന്ന കേരള വിദ്യാർത്ഥി യൂണിയനിലേക്ക് അല്ലെങ്കിൽ കേരള സ്റ്റുഡൻസ് യൂണിയനിലേക്ക് ഒരു പ്രവേശിക്കണം, അവരിലേക്ക് എനിക്ക് കൂടുതൽ അവരുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കണമെന്നുള്ളൊരു തോന്നൽ എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ആദ്യമായിട്ട് കൊട്ടിപ്പിടിക്കുന്ന നിമിഷം. ഒന്നാമതായിട്ട് ഉള്ളത്, ഞാൻ അതിനു മുമ്പ് തന്നെ ഞാൻ എൻ്റെ ഒരു സ്കൂൾ കാലഘട്ടത്തിൽ തന്നെ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തോട് വലിയ മതിപ്പും അത് നമ്മുടെ ഉള്ളിൽ കയറി. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ പിതാവിൻ്റെ കാര്യവും കുടുംബത്തെ കാര്യവും ഒക്കെ പറഞ്ഞു. ആ ആശയങ്ങൾ നമ്മൾ അന്ന് പഠിക്കുന്നതും ഇന്ത്യ ചരിത്രമാണല്ലോ പഠിക്കുന്നത്. ചരിത്രത്തോട് എനിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. അപ്പൊ അത് പൂർണ്ണമായിട്ടും ഒരു കോൺഗ്രസ് കൾച്ചർ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ഞാൻ ചെന്ന് കാണുമ്പോൾ എൻ്റെ ക്യാമ്പസിൽ കേരള വിദ്യാർത്ഥി യൂണിയൻ ഒരു കൊടി പോലും കുത്താൻ പറ്റാത്ത അവസ്ഥയാണ്. മഹാരാജാസ് 90-ലെ മഹാരാജാസ്. അതെ, അത് അവിടെ ഒരു കൊടി വെച്ചാൽ പിറ്റേ ദിവസം ആ കൊടി ഉണ്ടാവില്ല, വെച്ച ആളും ഉണ്ടാവില്ല. വെച്ച ആളുടെ കൈ കാണില്ല, അല്ലെങ്കിൽ ഭീഷണി, അത്തരത്തിലുള്ള ഒരു സാഹചര്യമായിരുന്നു. അല്ല, ഞാൻ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് മഹാരാജാസിന്റെ ആ ഒരു രാഷ്ട്രീയത്തിലൂടെ തന്നെ നമുക്ക് കടന്നിങ്ങനെ പോവാം. അപ്പം ഈ 90-ന്റെ കാലഘട്ടത്തിലൊക്കെ സത്യം പറഞ്ഞാൽ KSUവിനെ അടിച്ചൊതുക്കിയ ഒരു SFI ആണ് അവിടെ ഉണ്ടായിരുന്നത്. അതെ, അത് തന്നെയായിരുന്നു. ചേച്ചിയുടെയൊക്കെ ഓർമ്മയിൽ എന്തെങ്കിലും ഇൻസിഡന്റ് ഉണ്ടോ ഞാൻ ചോദിക്കും. നമ്മുടെ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞ സമയത്തൊക്കെ അതിഭീകരമായ ആക്രമണം അഴിച്ചുവിട്ടു. ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ, അത് പത്രത്തില് വലിയ വാർത്തകളും ഒക്കെ വന്നിട്ടുള്ളതാണ്. എന്നോടൊപ്പം ഉണ്ടായിരുന്ന പെൺകുട്ടികൾ അന്ന് അവരൊക്കെ ഇപ്പൊ എന്നെ ബന്ധപ്പെടാറുണ്ട്. അവർ എന്നോടൊപ്പം ഓടി രക്ഷപ്പെടാനായി ഞങ്ങള് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ക്യാമ്പസിലൂടെ ഇറങ്ങി ഓടിയത്, പോലീസ് അകത്ത് കയറി വന്നത്, അത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ ആ കാലഘട്ടത്തിൽ. ഞാൻ ചോദിക്കുന്നത്, ഈ SFIയിലെ പുരുഷ നേതാക്കൾ അല്ലെങ്കിൽ പുരുഷ വിദ്യാർത്ഥികളായിരുന്നു നിങ്ങളെയൊക്കെ ഉപദ്രവിച്ചുകൊണ്ടിരുന്നത്? SFIയിലെ എന്ന് മാത്രം പറയാൻ പറ്റില്ല. പുറത്തുനിന്ന് ക്യാമ്പസിന് വെളിയിൽ നിന്ന് വന്ന നിരവധി ആളുകൾ ക്യാമ്പസിൽ നിലയുറപ്പിക്കുമായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിലും അത് കഴിയുമ്പോഴും. ക്യാമ്പസ് തെരഞ്ഞെടുപ്പ് അന്ന് ഇപ്പോൾ ഉള്ള തെരഞ്ഞെടുപ്പിനേക്കാളും കുറേയും കൂടി ഇപ്പൊ എനിക്ക് തോന്നുന്നു പുതിയൊരു മാറിയിട്ടുണ്ട്. അതെ, അന്ന് ഒരു പൊളിറ്റിക്കൽ ആയിരുന്നു, കുട്ടികൾ പൊളിറ്റിക്കൽ ആയിരുന്നു. അപ്പോൾ അത് ഒരു മഹാരാഷ്ട്രയിൽ ഒരു പ്രത്യേകതരം കൾച്ചറായിരുന്നു അന്ന്. ഇപ്പോൾ നമ്മളുടെ ദിലീപ് അവിടെ പഠിച്ചിരുന്നതാണ്. ദിലീപ് അവിടെ വരുന്ന സമയത്ത് ഞാൻ പാസ് ഔട്ട് ആവുന്ന ആ വർഷം ഞാൻ അവിടെ ജോയിൻ ചെയ്യുന്നത്. ദിലീപ് വേറെ ആലുവ UC കോളേജിലും മറ്റ് വേറെ പ്രൈവറ്റ് സ്റ്റഡീസും ഒക്കെ കഴിഞ്ഞിട്ടാണ് അവിടെ എത്തുന്നത് തോന്നുന്നു. പിന്നെ ടിനി ടോം എന്നോടൊപ്പം KSU പ്രവർത്തനം, പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ബിജു നാരായണൻ,
കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അവരെല്ലാവരും അന്ന് KSUവിൽ വന്ന് KSUവിന് വലിയൊരു ഭേദപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് KSU വന്നിരുന്നു. അധികാരത്തിൽ ചില സീറ്റുകളൊക്കെ കിട്ടി, അങ്ങനെ ഒരു പൂർണ്ണമായും കിട്ടിയിട്ടില്ല. പിന്നീട് ഞാൻ അവിടെ ക്യാമ്പസിൽ ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ജില്ലാ സെക്രട്ടറി ആയി മാറിയായിരുന്നു. അല്ല, ഞാൻ ചോദിക്കുന്നത് ചേച്ചിക്ക് എന്തെങ്കിലും മർദ്ദനം അനുഭവിക്കേണ്ട സാഹചര്യം ഉണ്ടോ? അതെന്തെങ്കിലും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. അങ്ങോട്ടും ഞാൻ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ, അവിടെ ക്യാമ്പസിൽ ഞങ്ങളുടെ കൊടി വെക്കാൻ സമ്മതിക്കത്തില്ല. ആണുങ്ങൾ വെച്ചു കഴിഞ്ഞാൽ ആണുങ്ങളെ ഉപദ്രവിക്കും. അപ്പൊ ഞാൻ ഈ ജോലി പലപ്പോഴും ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ കൊടി വാങ്ങിക്കുന്നതും കൊടിയുടെ കമ്പ് വാങ്ങിക്കുന്നതിനും ഒക്കെ ഫണ്ട് നമുക്ക് വേണമല്ലോ. വലിയ ദാരിദ്ര്യം. അപ്പോ അന്ന് ഈ പറയുന്ന പോലെ ഇപ്പൊ ഉള്ള പോലെയുള്ള പണം കിട്ടുന്ന ഒരു വലിയ സാഹചര്യങ്ങളൊന്നുമില്ല. വളരെ കഷ്ടപ്പെട്ടാണ് ഞങ്ങള് പലതും ക്രോഡീകരിച്ചുകൊണ്ടിരുന്നത്. നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്ന ചില്ലറ പൈസ കൊണ്ടൊന്നും നമുക്കിതൊന്നും നടത്തിക്കൊണ്ടു പോകാൻ പറ്റില്ല. ബക്കറ്റ് വിരുവും ഒക്കെ നടത്തിയിട്ടുണ്ടെന്ന്. KSUവിന്റെ കൊടി കെട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അന്ന് നമ്മൾ ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിരുന്നത്. നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഈ പറയുന്ന ഒരു വലിയൊരു സപ്പോർട്ട് മഹാരാജ് കോളേജിന് കിട്ടത്തില്ല. അതിന് മഹാരാജ് ജയിക്കാത്ത ഒരു സ്ഥലമായതുകൊണ്ട് ശ്രദ്ധിക്കാൻ പരിഗണന കുറവായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ തന്നെയായിരുന്നു ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഈ കൊടി വെക്കുന്ന കാര്യത്തിൽ ഞാൻ എല്ലാ ദിവസവും ഓരോ കൊടി വന്ന് വെക്കുന്ന ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. രാവിലെ വരുമ്പോൾ ഞാനും എൻ്റെ കൂടെ കുറച്ച് പെൺകുട്ടികളുടെ ഒരു യൂണിറ്റ് ഞങ്ങൾ ഉണ്ടാക്കി, ഞങ്ങളെല്ലാവരും. അപ്പൊ അതൊക്കെ അതൊക്കെയാണ് അന്നത്തെ. പിന്നെ എന്നിട്ട് അത് പറയൂ, അത് വിശദീകരിക്കൂ. കൊടി കൊണ്ട് വെക്കുന്നു, കൊടി കൊണ്ട് വെക്കും, പകൽ സമയത്ത് അവിടെ ഇരിക്കും. സന്ധ്യ ഞങ്ങൾ ക്യാമ്പസിൽ നിന്ന് പോയി കഴിയുമ്പോൾ അത് എടുത്തു കളയും. പിറ്റേ ദിവസം വീണ്ടും കൊണ്ടുവയ്ക്കും. പക്ഷെ പിന്നീട് ഇത് ഈ ഒഴിഞ്ഞു പോകാത്ത ഒരു ബാധയാണ് എന്ന് മനസ്സിലായോണ്ടായിരിക്കും പിന്നീട് ഗ്രാജുവലി ഞങ്ങൾ അവിടെ കൊടികൾ വെക്കാനും ബാനർ കെട്ടാനും ഇത്തരം കാര്യങ്ങളും എല്ലാം വളരെ ശക്തമായിട്ട് പോയിക്കൊണ്ടിരുന്നു. സമരം നടത്താൻ സമ്മതിക്കില്ലായിരുന്നു. സമരം നടത്തി കഴിഞ്ഞാൽ നമ്മൾ കയറി ഇന്ന കാര്യത്തിന് ഇന്ന് സമരം എന്ന് പറഞ്ഞ് ക്ലാസ് മുറിയിൽ കയറി ക്യാമ്പയിൻ ഉണ്ടാവും. ക്യാമ്പയിൻ കഴിഞ്ഞ് തിരിച്ചിറങ്ങുമ്പോഴത്തേനും കൗണ്ടർ ക്യാമ്പയിനായിട്ട് ഇവര് കയറും. ആരും ഇറങ്ങരുത്, ഇറങ്ങിയാൽ പ്രശ്നമാവും, ഭീഷണിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു ദിവസമാണ് ഞാൻ ഗത്യന്തരമില്ലാതെ പോയി പ്രിൻസിപ്പളിന്റെ റൂമിന് മുമ്പിലുള്ള കൂട്ടമണി അടിച്ച് അന്ന് ക്യാമ്പസിൽ നിന്ന് സമരം നടത്തിയത്. ഞാനന്ന് കാര്യം ആണുങ്ങൾക്ക് അത് പോയി ചെയ്താൽ അവിടെ വലിയ അക്രമം ഉണ്ടാവും. അപ്പൊ ഞാൻ അപ്പൊ അവിടെ ഞാൻ ഒറ്റയ്ക്ക് ഞാൻ അന്ന് കണ്ട ഒരു മാർഗം, ഞാൻ നിന്ന ആ ക്ലാസ് റൂമിന്റെ നേരെ അങ്ങേ അറ്റത്തായിരുന്നു ഈ കൂട്ടമണി അടിക്കേണ്ട സ്ഥലം. അപ്പൊ അത് പ്രിൻസിപ്പളിന്റെ റൂമിന്റെ തൊട്ടടുത്തായിരുന്നു. അപ്പൊ എനിക്കത് എത്തില്ല. ഞാനൊരു അരമതിലിന്റെ മുകളിൽ കയറി നിന്നിട്ടാണ് ഇത് അടിക്കുന്നത്. അത് അപ്പോഴത്തെ ഒരു സ്പിരിറ്റിന് ഇത് ചെയ്യാൻ വേണ്ടി പ്രീ പ്ലാൻഡ് ഒന്നും ആയിരുന്നു. അത് കൂട്ടമണി അടിക്കുന്നു. പെട്ടെന്ന് സ്റ്റാഫും എല്ലാവരും തൊട്ടപ്പുറത്ത് സ്റ്റാഫ് റൂം അവരെല്ലാവരും ഇറങ്ങി ഓടി വരുന്നു. ഷേർലി ടീച്ചർ ആയിരുന്നു ഇന്നത്തെ പ്രിൻസിപ്പള്. ഷേർലി ടീച്ചർ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും കുറെ ആളുകൾ ഇങ്ങനെ ഓടി വരും, അവളെ പിടിക്കുക എന്ന് പറഞ്ഞിട്ട്. ടീച്ചർ എന്നെ കെട്ടിപ്പിടിച്ച് റൂമിന്റെ അകത്ത് കൊണ്ടുപോയി റൂം അകത്തുനിന്ന് പൂട്ടി. അങ്ങനെ റൂമിന്റെ കുറെ നേരം എന്നോട് പറഞ്ഞു മാപ്പ് പറയണം എന്ന് പറഞ്ഞായിരുന്നു. SFI എന്ന ഭയങ്കര സമരമായിരുന്നു. മാപ്പ് പറയിക്കണം, നിയമം കയ്യിലെടുത്തു, ബെല്ലടിക്കാൻ ആര് പറഞ്ഞു, അത് പറഞ്ഞു വലിയ പ്രശ്നമായിരുന്നു. മാപ്പ് പറയണം എന്ന് പറഞ്ഞു മൈക്കിലൂടെ. ഞാൻ മാപ്പ് പറഞ്ഞില്ല. അപ്പൊ വീട്ടിൽ വിളിച്ചറിയിക്കുന്നു പറഞ്ഞു. അറിയിച്ചോളാൻ പറഞ്ഞു. സസ്പെൻഡ് ചെയ്യുന്നു പറഞ്ഞു. സസ്പെൻഡ് ചെയ്തോളാൻ പറഞ്ഞു. അന്ന് എനിക്ക് തോന്നുന്നു 12-15 ദിവസത്തേക്ക് എന്തോ എന്നെ സസ്പെൻഡ് ചെയ്തു. മാപ്പ് പറഞ്ഞു. നമ്മള് ധാർഷ്ട്യത്തോടെ തന്നെ നിന്നു അല്ലേ? അല്ല, മാപ്പ് ധാർഷ്ട്യമല്ല, അതെന്റെ അവകാശമാണ്, എന്റെ സംഘടനയുടെ അവകാശമാണ്. ഞങ്ങളൊരു ന്യായമായ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ് അന്ന് സമരം ആഹ്വാനം ചെയ്തത്. ആ സമരം നടത്താൻ പറ്റില്ല എന്ന് പറയാൻ ആർക്കാ പറ്റുക? നാട്ടിൽ അത് പറ്റില്ലല്ലോ. അപ്പൊ അതിന് മാപ്പ് പറയാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. അപ്പം അതുപോലെ തന്നെ ഇങ്ങനെ ഈ ഇത്തരത്തിലുള്ള സമരമുറകളുമായിട്ട് പോയപ്പോ മർദ്ദനം കിട്ടുന്ന എന്തെങ്കിലും സാഹചര്യം ഉണ്ടോ എന്നുള്ളതിന് ഇപ്പോഴും ഉത്തരം കിട്ടിയില്ല. ഇല്ല, മർദ്ദനം കിട്ടിയിട്ടുണ്ട്. മർദ്ദനം കിട്ടുകയും ആശുപത്രി, അതാ ഞാൻ പറഞ്ഞു, ഒരു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ 92-ലാണെന്ന് എനിക്ക് തോന്നുന്നത്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ അന്ന് അവിടെ അന്നാണ് ഈ ബിജുവും ടിനിറ്റോം ഒക്കെ നിസ്സാര വോട്ടിന് അവർ തോറ്റു പോകുന്നത്. അതായത് 800-900 വോട്ടിന് തോറ്റിരുന്ന സ്ഥലത്ത് 100 വോട്ട് 80 വോട്ടിനൊക്കെ ഭയങ്കര ഡ്രാസ്റ്റിക് ചേഞ്ച്. 4 റെപ്രസെന്റേറ്റീവ് സീറ്റും കിട്ടി. ഇത് അസഹനീയമായ പ്രശ്നമായിരുന്നു. ഇന്നത്തെ ഒരു മന്ത്രി ഉൾപ്പെടെ അന്ന് ക്യാമ്പസിനകത്തുണ്ടായിരുന്നു.
അല്ലേ പി രാജീവ് അല്ലേ? അപ്പോ അല്ല ഞാൻ പറഞ്ഞത് അതൊക്കെ അന്നത്തെ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലെ ഒരു സ്പിരിറ്റ് ആണ്. എനിക്ക് അദ്ദേഹത്തോട് വേറെ വിരോധമൊന്നും ഉണ്ടായിട്ട് പറഞ്ഞതല്ല. പക്ഷെ അന്ന് നേതൃത്വം കൊടുത്തിരുന്ന അതിന് ഇൻചാർജ് പുള്ളി ആയിരുന്നു എന്ന് പറഞ്ഞു. അന്ന് മുതൽ ചാർജ് കൊടുത്തോണ്ടായിരിക്കുമല്ലോ ഇന്നിപ്പോ മന്ത്രിയായത്, അവര് മന്ത്രിയാക്കിയത്. ഇതെല്ലാം നമ്മുടെ വിദ്യാർത്ഥി രാഷ്ട്രീയ ജീവിതത്തിലെ ഓരോ കാര്യങ്ങൾ എന്നതിൽ കഴിഞ്ഞ് അന്ന് അതൊക്കെ വലിയ ഗൗരവമുള്ള പ്രശ്നവും നമ്മുടെ പ്രതിസന്ധിയൊക്കെ ആയിരുന്നു. അപ്പോഴും പറഞ്ഞില്ല. അപ്പൊ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോ ഈ അനൗൺസ്മെന്റ് വന്നുകൊണ്ടിരിക്കുക ഓരോ സീറ്റുകളും. അപ്പൊ ഭൂരിപക്ഷം കുറയുന്നു എന്ന് കണ്ടപ്പോ തന്നെ പലതും കയ്യിൽ നിന്ന് നഷ്ടമാകുമെന്ന് തോന്നിയപ്പോ തന്നെ ഇവിടെ തല്ലു തുടങ്ങി. താഴെ മുളവടി അത്തരം കല്ല് ഒക്കെ ഉപയോഗിച്ച്. അപ്പൊ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന 2-3 പ്രധാനപ്പെട്ട ആളുകളെ വലിച്ചുകൊണ്ട് പോകുന്നത് തിരിഞ്ഞു നോക്കുമ്പോ കാണുമ്പോ പെൺകുട്ടികളുണ്ടായിരുന്നു. ഒരു 10-30-50 പെൺകുട്ടികൾ ഞങ്ങൾ ക്യാമ്പസിൽ നിൽക്കുകയാണ്. എന്ന് വെച്ചാൽ പ്രവർത്തകർ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ പോയി ക്യാമ്പസിൽ. അപ്പോൾ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിൽക്കല്ലേ, നിങ്ങൾ ഓടിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓടുമ്പോൾ ഞങ്ങളുടെ പുറകെ അക്രമമായിട്ട് ഓടി വന്നു. ഈ കല്ലൊക്കെ പുറകെ വന്നിറങ്ങി ഞങ്ങളുടെ കയ്യ് ഒക്കെ മുറിഞ്ഞു. തൊട്ടപ്പുറത്ത് ലേഡീസ് ഹോസ്റ്റലുണ്ടായിരുന്നു, അങ്ങോട്ട് ഓടിക്കേറുക എന്നത് മാത്രമേ നമുക്കന്ന് പറ്റുള്ളായിരുന്നു ചെയ്യാൻ. കാര്യം പോലീസ് വെളിയിലുണ്ട്, പോലീസ് അനങ്ങുന്നില്ലായിരുന്നു. 92 എന്ന് പറയുമ്പോൾ UDF ഭരണമല്ലേ? 92 പോലീസ് അകത്തേക്ക് വന്നിട്ടില്ല, പോലീസ് വെളിയിൽ നിൽപ്പുണ്ട്, പോലീസ് അകത്തേക്ക് വന്നിട്ടില്ല. പക്ഷെ ഈ ബഹളം ഞങ്ങൾ വെളിയിലേക്ക് ബാക്ക് ഗേറ്റിലൂടെ ഓടുകയായിരുന്നു. അതിന്റെ ഇടയിൽ കുറെ ആളുകൾക്ക്, പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവർക്ക് അപകടം സംഭവിച്ചു. അന്നത് എനിക്ക് തോന്നുന്നു മനോരമ പത്രത്തിലാണ് സെൻട്രൽ പേജ് വലിയ വാർത്തയായിട്ട് വന്നത്. അന്നാണ് എൻ്റെ പേര് ആദ്യമായിട്ട് അച്ചടിച്ച് ഒരു മാധ്യമത്തിൽ വരുന്നത്. യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന ഇന്ന ആൾക്ക് മർദ്ദനമേറ്റു, വർഗീസിന് ഉൾപ്പെടെ മർദ്ദനമേറ്റു എന്നൊക്കെ പറഞ്ഞു. അന്ന് മനോരമയുടെ ലേഖകനായ സാജൻ എന്ന് പറഞ്ഞ ലേഖകനായിരുന്നു. അപ്പൊ ടിനിച്ചേട്ടൻ കിട്ടിയോ ഇടി? മത്സരിച്ച ആളും കൂടിയല്ലേ, ടിനി അകത്തേക്ക് വരികയായിരുന്നു. ടിനി കുറെ പേര് DCC ഓഫീസ് തൊട്ടപ്പുറത്താണ്, മഹാരാജ് കോളേജ്. അപ്പൊ അതുകൊണ്ട് കുറെ പേര് അവിടെ ഉണ്ടായിരുന്നു. അവര് ഇത് അറിഞ്ഞിട്ട് എന്തുകൊണ്ടോ അവർ ഈ റിസൾട്ടിന്റെ സമയപ്പോ അകത്തേക്ക് വരികയായിരുന്നു. ഇവരകത്തേക്ക് കയറിയപ്പോ തന്നെ എനിക്കൊന്ന് ബിജു ആയിരുന്നു എന്റെ ഓർമ്മ. ബിജു അകത്തേക്ക് കയറുമ്പോ തന്നെ ഞങ്ങൾ ഇതിന്റെ അകത്തുനിന്ന് ഓടുന്ന സീനാ പുള്ളി കാണുന്നത്. പുള്ളിയും തിരിച്ചോടി. അതേ ഉള്ളൂ, അല്ലാതെ എന്താ പ്രശ്നം സങ്കീർണമാക്കാനോ പുള്ളി രണ്ടുപേരും പോയില്ല. സങ്കീർണമാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഒന്നും അല്ലായിരുന്നു അവിടെ. അവര് അത്ര ആയുധവും ഉള്ള, നമ്മളങ്ങനെ തിരിച്ചു തല്ലുന്ന ഒരു സംവിധാനത്തിലൊന്നും ആയിരുന്നില്ല അവിടെ നിൽക്കുന്നത്. എങ്കിലും തമാശക്ക് ഒരു കാര്യം ചോദിക്കട്ടെ ചേച്ചി, ഈ ടിനിച്ചേട്ടൻ്റെ ഇടി കിട്ടുന്ന വല്ല നേരിട്ട് കണ്ടിട്ട് വന്നിട്ടുണ്ടോ? സത്യമായിട്ട് പറയാം, ഇടി കിട്ടാതിരിക്കുകയല്ലോ. KSUSF സംഘർഷം, ടിനിക്ക് ആ ഒരു സംഘടനത്തിൽ തല്ല് കിട്ടിയെന്ന് എനിക്ക് തോന്നി. അതല്ലാതെ കിട്ടിയിട്ടുണ്ടോ അപ്പൊ എന്നാണ് അതിന്റെ അർത്ഥം? കിട്ടിയിട്ടുണ്ടോ ടിനിയോട് ചോദിക്കണം. എന്റെ ഓർമ്മയിൽ ടിനി പക്ഷെ സജീവമായിരുന്നു, ക്യാമ്പസിൽ സജീവമായിട്ട് KSUവിന്റെ ഒപ്പം തന്നെയായിരുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു സജീവ രാഷ്ട്രീയ പ്രവർത്തനം. ഈ സജീവ രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ തന്നെ സ്വാഭാവികമായിട്ടും കലാലയമാകുമ്പോൾ പ്രണയങ്ങൾ, അങ്ങനെ എന്തെങ്കിലും സ്നേഹബന്ധങ്ങൾ, അങ്ങനെ എന്തെങ്കിലും? അല്ല, എനിക്ക് ക്യാമ്പസിനകത്തൊന്നും അങ്ങനെ പ്രണയമൊന്നും ഉണ്ടായിരുന്നില്ല. ഒന്നാമത് അതിനോടുള്ള ഒരു സമയം ഉണ്ടായിരുന്നില്ല. പേടിയായിരുന്നായിരിക്കും മനസ്സിനടുത്ത് വരാൻ, കാരണം ശക്തമായ മുദ്രാവാക്യങ്ങളും. എനിക്ക് തോന്നണേ അങ്ങനെ ആർക്കെങ്കിലും ഒക്കെ പ്രണയം ഉണ്ടായിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ അവിടെ ഒരു പൂർണ്ണമായിട്ടും ഒരു KSU നേതാവായിട്ട്. അപ്പോ അപ്പൊ അതൊരു എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ചിലപ്പോ. ആരും വന്ന് കൃഷി പോലും പറഞ്ഞിട്ടില്ല. അല്ല, പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ പറയുന്നവര് പറഞ്ഞിട്ടൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഒരു വലിയൊരു ശക്തമായ പ്രണയമൊന്നും ഉണ്ടായിട്ടില്ല. ഓക്കെ. ഭാഗ്യലക്ഷ്മി ചേച്ചിയോട് ചോദിച്ചപ്പോൾ ഇത് തന്നെ പറഞ്ഞത്, ഞാൻ കുറച്ച് ഇച്ചിരി ഇതൊക്കെ ആയതുകൊണ്ട് ആരും എന്നോട് പറയാനൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിനുശേഷം പിന്നീട് എങ്ങനെയാണ് നമ്മുടെ കഥാനായകൻ രംഗത്തേക്ക് വരുന്നപ്പോഴാ ഭർത്താവ്? അത് പ്രണയമല്ലായിരുന്നു, പ്രണയവിവാഹമല്ലായിരുന്നോ? അതെ, പ്രണയ വിവാഹം എന്ന് പറഞ്ഞാലും നമ്മൾ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. അപ്പോ ചേച്ചി, ചേട്ടനെ എങ്ങനെയാണ് പരിചയപ്പെടുന്നതൊക്കെ? ഞങ്ങളുടെ സത്യത്തില് ചേട്ടന്റെ പേര് ഗണേഷ് ചേട്ടൻ എങ്ങനെയാണ് ലൈഫിലേക്ക് കടന്നു വരുന്നത്? ഞങ്ങളുടെ അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പക്ഷെ ഞാൻ പരിചയമുണ്ടായിരുന്നു. ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരിചയപ്പെടുന്നു, പിന്നീട് അത് വിവാഹത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. അല്ല, എങ്കിൽ പോലും അതൊരു വലിയൊരു അറേഞ്ച്ഡ് മാരേജ് എങ്ങനെ സാധിച്ചു? അല്ല, ഞങ്ങളുടെ 2 വീട്ടുകാർക്കും അറിയാമായിരുന്നു, തമ്മിൽ അറിയാം. അല്ല, ഞാൻ അങ്ങനെയല്ല ചോദിക്കുന്നത്. അല്ല, അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതും ആ കാലഘട്ടത്തിൽ, എനിക്ക് 90 അല്ല, ആ കാലഘട്ടത്തിലല്ല. ഞാൻ ഇത്
ഇത് പിന്നീട് കുറച്ച് ഈ ക്യാമ്പസ് രാഷ്ട്രീയവും ഇതൊക്കെ അതെല്ലാം കഴിഞ്ഞ് ഏകദേശം ഒരു 2000 ആ ഒരു സമയത്ത് ഞാൻ അപ്പോഴും ചോദിക്കുന്നത്, എൻ്റെ ആദ്യ വിവാഹത്തിൽ ഭർത്താവ് മരിച്ചു. ഓക്കെ ഓക്കെ. ഇത് രണ്ടാം വിവാഹമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പോൾ ഈ എന്താ ചേട്ടൻ, അപ്പോൾ ഞാൻ പിന്നീട് ഞാൻ എന്താ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനം ഒക്കെ ആയിട്ട് ഞാൻ മുമ്പോട്ട് പോവുമായിരുന്നു. അപ്പം സത്യത്തിൽ ഞങ്ങളുടെ വീട്ടുകാർ തമ്മിലുള്ള ഒരു പരിചയവും ഒക്കെയാണ് ആ ഒരു വിവാഹത്തിലേക്ക് കൊണ്ടുവന്നത്. അല്ലാതെ അപ്പം ഈ മതപരമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അവിടെ ബാധിച്ചിട്ടേ ഇല്ല. അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നു. നല്ലൊരു മതേതരത്വ നിലപാട് തന്നെയായിരുന്നു. രണ്ട് കുടുംബത്തിനും അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനുശേഷം പിന്നീട് KPCC തലത്തിലേക്ക് എത്തപ്പെടുന്നു. അത് ആരായിരുന്നു റോൾ മോഡൽ ആയിട്ടുള്ള നേതാവ്? ആരായിരുന്നു? ആയിരുന്നോ ഐ ആയിരുന്നു? അല്ല, KPCC തലത്തിലേക്കൊക്കെ എത്തപ്പെടുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസ് KSU ജില്ലാ സെക്രട്ടറി ആയിരുന്നു. KSU ക്യാമ്പസിൽ നിന്ന് ഇറങ്ങിയിട്ട് KSU ജില്ലാ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞ് യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ സെക്രട്ടറി ആയിരുന്നു. പിന്നീട് മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയി. യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി ആയി. രാഹുൽ ഗാന്ധി പാർട്ടിയിലേക്ക് വരുന്ന സമയത്ത് എന്ന് വെച്ചാൽ KICC ജനറൽ സെക്രട്ടറി ആകുന്ന സമയത്ത് അന്ന് ഞാൻ ദേശീയ സെക്രട്ടറിയാണ്. അദ്ദേഹം അന്ന് യൂത്ത് കോൺഗ്രസിന്റെ ചാർജ് ആയിട്ടായിരുന്നു. അന്ന് അങ്ങനെ അവിടെ ഡൽഹിയിൽ ഒരു 3-4 വർഷം അവിടെ പ്രവർത്തിച്ചു. പിന്നീട് പൂർണ്ണമായിട്ടും കേരളത്തിൽ തന്നെയായിരുന്നു പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. DCC ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്. പിന്നീട് KPCC ജനറൽ സെക്രട്ടറി. വളരെ സ്ലോ ആയിട്ട് ഓരോ ഘട്ടമായിട്ടായിരുന്നു, പയ്യാണ് വളർന്നു വന്നത് അല്ലേ? അപ്പോൾ എന്താ, പക്ഷേ ഇനി അടുത്ത MLA ആണ്. ഞാനൊക്കെ ആഗ്രഹിക്കുന്ന ചേച്ചി ഒരു MLA ആയിട്ട് കാണണമെന്നാണ്. എറണാകുളത്ത് പ്രതിനിധീകരിച്ച് എറണാകുളത്ത് ഏതെങ്കിലും ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിച്ച് നമുക്ക് ഉടനെ MLA ആയിട്ട് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവുമോ? എല്ലാം പാർട്ടി തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല. നമുക്കിതൊന്നും അല്ല, ചേച്ചിന് ഒരുപാട് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഒരുപാട് തവണ വന്നിട്ടുണ്ട്. എനിക്കൊന്നൊരു 2021 ഇലക്ഷനിലും 14 ഇലക്ഷനിലും ചേച്ചി പലയിടത്തും മത്സരിക്കാൻ സാധ്യത. 2010 ഞാൻ യൂത്ത് കോൺഗ്രസ് ദേശീയ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മാറുന്നതാണ്. ഒത്തിരി ചെറുപ്പക്കാരെ പാർട്ടിയിൽ പുതുതായിട്ട് അസംബ്ലി സീറ്റിലേക്ക് പരിഗണിച്ചു. ആ സമയത്താണ് ഷാഫി പറമ്പിൽ ആദ്യമായിട്ട് മത്സരിക്കുന്നത്. ഷാഫിയും ഐബിയും ഒത്തിരി ആളുകൾ, ബൽറാം, അവരെല്ലാം ആദ്യമായി മത്സരിക്കുന്നത് ആ സമയത്താണ്. ആ സമയത്ത് ഞാൻ എൻ്റെ പേരും പരിഗണനയിൽ ഉണ്ടായിരുന്നു. അന്ന് മറ്റു ചില കാരണങ്ങൾ കാരണം അന്നും നമുക്ക് അതിനകത്തൊരു അവസരം ഉണ്ടായില്ല. അന്ന് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 20ഓളം ചെറുപ്പക്കാരെ അക്കോമഡേറ്റ് ചെയ്തിട്ടുണ്ട് പുതുതായിട്ട്. ഏറ്റവും അധികം പുതിയ ആളുകൾ വന്ന ഒരു സമയം അതായിരുന്നു. ആ സമയത്ത് വരാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ വരാൻ സാധിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെയൊക്കെ പ്രാർത്ഥന. സാധിക്കണം. കാരണം എന്താ വെച്ചാൽ സ്ത്രീ പ്രാതിനിധ്യം കുറച്ചും കൂടിയൊക്കെ ഉണ്ടാവണം. അതും കഴിവുള്ള സ്ത്രീകൾ, ചേച്ചിയെ പോലെ കഴിവുള്ള സ്ത്രീകൾ മുന്നോട്ട് വരണ്ടേ? അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ എൻ്റെ ഒരു അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് നമുക്കിത് അവസാനിപ്പിക്കാം. ചേച്ചിയും അടുത്തു എന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ചേച്ചിയായിരുന്നു കൊച്ചി കോർപ്പറേഷൻ്റെ മേയറായിട്ട് വന്നിരുന്നെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു വികസന കാഴ്ചപ്പാടുകൾ ചേച്ചി കൊണ്ടായിരുന്നായിരിക്കുമല്ലോ. അത് 1, 2, 3 എണ്ണം, അല്ലെങ്കിൽ ഇനി വരുന്ന ആൾക്ക്, ഇപ്പോൾ ഇരിക്കുന്ന ആൾക്ക് മിനി ചേച്ചിക്കും ചേച്ചിയുടെ അത്തരത്തിലുള്ള ആശയങ്ങൾ ഉപകാരപ്രദമായിട്ട് വരട്ടെ, ജനങ്ങളും അറിയട്ടെ ചേച്ചിക്ക് എത്രത്തോളം അതിനെക്കുറിച്ചുള്ള ഒരു. നഗരത്തെ സംബന്ധിച്ച് നമ്മളിപ്പോഴും ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ, ഒന്ന് നമ്മുടെ ഡ്രെയിനേജ് സിസ്റ്റം. നമ്മൾ ഏറ്റവും അധികം ബുദ്ധിമുട്ടുന്നത് നമ്മുടെ വെള്ളക്കെട്ട് പ്രശ്നങ്ങളാണ്. ഡ്രെയിനേജ് സിസ്റ്റം, വേസ്റ്റ് മാനേജ്മെന്റ്, ബ്യൂട്ടിഫിക്കേഷൻ ഓഫ് ദ സിറ്റി. ലോക രാജ്യങ്ങൾക്ക് മുമ്പിൽ തല ഉയർത്തി നിൽക്കാൻ പറ്റും ഈ കൊച്ചി നഗരത്തിന്. അത്രത്തോളം മനോഹരിയാക്കാൻ പറ്റും. അതിന് പറ്റുന്ന, അതിന് നേച്ചർ നമുക്ക് ദാനമായി കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇനിയും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മളത് ചെയ്യുമ്പോൾ, പദ്ധതികൾ ആവിഷ്കരിക്കുമ്പോൾ അതിനുതകുന്ന രീതിയിൽ നമുക്ക് മാതൃകകൾ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. മാതൃകകൾ അത് കൊച്ചിയിൽ അത് ചെയ്യാനും പറ്റും. പക്ഷെ അത് ചെയ്യാൻ നിശ്ചയദാർഢ്യം ഉണ്ടാവണം, ഇച്ഛാശക്തി ഉണ്ടാവണം. പല പ്രതിസന്ധികളും വരും. അതിനെയൊക്കെ തരണം ചെയ്ത് അത്തരം പദ്ധതികൾ കൊണ്ടുവരാൻ തയ്യാറാകണം. അതിന് പുതിയ ഭരണസമിതി നേതൃത്വം കൊടുക്കുമെങ്കിൽ 100% ഞാൻ അവരോടൊപ്പം ഉണ്ടാകും. അപ്പോൾ എനിക്കൊന്ന് ഏകദേശം 1.5 മണിക്കൂർ ചേച്ചി നമ്മളോടൊപ്പം ചെലവഴിച്ചു. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ സമകാലീന രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ സംസാരിച്ചു, ചേച്ചിയുടെ ജീവിതകഥകൾ പറഞ്ഞു. എല്ലാ രീതിയിലും ചേച്ചിയുടെ എല്ലാ കാര്യങ്ങളും തന്നെ നമ്മളോട് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നു. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ചേച്ചീനെ ഉടൻ തന്നെ അടുത്ത ഇനി 6 മാസം അല്ലെങ്കിൽ 4 മാസത്തിന് ശേഷം നടക്കാൻ പോകുന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചേച്ചി മത്സരിക്കുകയും ചേച്ചി MLA ആയി, ഇപ്പോൾ മേയർ സ്ഥാനം
ത്തേക്കാൾ വലിയൊരു സ്ഥാനത്തിലേക്ക് MLA സ്ഥാനത്തിലേക്ക് തന്നെ ചേച്ചി എത്തപ്പെട്ടെന്ന് ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് പാർട്ടി ജയിച്ചു വരട്ടെ എന്ന് മാത്രമാണ് എൻ്റെ ആഗ്രഹം. അതെ, അത് ചേച്ചി എന്നും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും ചേച്ചി നമ്മുടെ ഈ ഇന്റർവ്യൂലാണ് ചേച്ചി എടുത്ത നിലപാടുകൾ അങ്ങനെയാണ്. ചേച്ചി ഒന്നും വിട്ടു പറയാനോ അല്ലെങ്കിൽ പാർട്ടിക്ക് പ്രതികൂലമാകുന്ന രീതിയിൽ ഒരു കാര്യങ്ങൾ സംസാരിക്കാനോ ചേച്ചി മുതിർന്നിട്ടില്ല. ചേച്ചി ഇതുവരെ മുതിർന്നിട്ടില്ല, ചേച്ചി ഇനി മുതിരത്തുമില്ല. അത് നമുക്ക് മനസ്സിലായി. അതുപോലെ തന്നെ അപ്പോൾ പാർട്ടിക്ക് വേണ്ടി അത്രത്തോളം പാർട്ടിയുടെ ഒരു കാര്യം വന്നപ്പോൾ ചേച്ചിയുടെ കണ്ണ് പോലും നിറഞ്ഞു ഇതിനിടയ്ക്ക്. അത്രത്തോളം പാർട്ടിയെ സ്നേഹിക്കുന്ന ചേച്ചിയെ പോലുള്ളവർക്കൊക്കെയാണ് കൃത്യമായിട്ട് അവസരങ്ങൾ ലഭിക്കേണ്ടത്. അത് ജനങ്ങൾ വിലയിരുത്തട്ടെ, ജനങ്ങളത് മനസ്സിലാക്കും, അത് നേതാക്കളും മനസ്സിലാക്കട്ടെ, അല്ലേ? തീരുമാനിക്കുന്ന നേതാക്കളും മനസ്സിലാക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് താങ്ക് യു സോ മച്ച്. താങ്ക് യു.